ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA മുൻ DCC പ്രസിഡന്റിനെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നു. അറിയേണ്ടത് ഇനി ND അപ്പച്ചൻ, അതേപോലെ KK ഗോപിനാഥ് തുടങ്ങിയ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചിരിക്കുന്ന മറ്റു മുതിർന്ന നേതാക്കളെ കൂടി പ്രതി ചേർക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത തെളിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാനിയ മനോമി, അങ്ങനെയാണെങ്കിൽ IC ബാലകൃഷ്ണനെ ഇന്നു തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. IC ബാലകൃഷ്ണനെ ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒന്നാം പ്രതിയായാണ് IC ബാലകൃഷ്ണന്റെ പേര് ചേർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതായത് 4 പേരെയും IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, മറ്റൊരാളുടെ പേര് കിട്ടിയിട്ടില്ല. ഈ 4 പേരെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് നേരത്തെ എടുത്ത കേസാണിത്. ആ കേസിൽ കഴിഞ്ഞ ദിവസത്തെ ആത്മഹത്യാ കുറിപ്പ് കൂടി പുറത്തു വന്നതോടുകൂടിയാണ് IC ബാലകൃഷ്ണൻ MLA പേര് കൂടി അതിൽ ചേർത്തിരിക്കുന്നത്. അതായത് ഒന്നാം പ്രതിയായാണ് അദ്ദേഹത്തിന്റെ പേര് ചേർത്തിരിക്കുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ചുമായി സംസാരിക്കുമ്പോൾ ഉടൻ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടാവില്ല, അതിനൊരു സാഹചര്യം നിലവിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പ്രതിയായി IC ബാലകൃഷ്ണനെ, ND അപ്പച്ചനെ, അതുപോലെ KK ഗോപിനാഥനെ, മറ്റൊരാളെ കൂടി ആ FIR കോപ്പി എടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഉടൻ ആ മറ്റൊരാളുടെ പേര് കൂടി FIR കോപ്പി കൂടി എടുത്തോളൂ. എന്തായാലും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി IC ബാലകൃഷ്ണനെയും ND അപ്പച്ചൻ DCC പ്രസിഡന്റിനെയും ഒപ്പം KK ഗോപിനാഥ് മുൻ ട്രഷററെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ വാർത്ത. അങ്ങനെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇപ്പോൾ MLA IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഒപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും പ്രതി ചേർത്തിട്ടുണ്ട്. മുൻ ട്രഷറർ KK ഗോപിനാഥനെയും പ്രതി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസിനെ ഈ വാർത്ത തീർച്ചയായിട്ടും പ്രതിരോധത്തിലാഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. PPDBക്കെതിരെ എങ്ങനെയാണോ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്, അതിലും ഗുരുതരമായ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുന്ന IC ബാലകൃഷ്ണന്റെ പേര് ചേർക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലാകും. DYFIയും CPM നിലപാട് കടുപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ പ്രതി ചേർത്തു എന്നതുകൊണ്ട് മാത്രം രാജിവെക്കേണ്ട സാങ്കേതികമായ നിയമപരമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. നിയമപരമായും രാഷ്ട്രീയമായും ഒരുപക്ഷെ കോൺഗ്രസ് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചേക്കാം. അച്ചടക്ക സമിതി ഇതിനകം തന്നെ ഈ കുടുംബത്തിന്റെ വീട്ടിലെത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന കത്തിൽ IC ബാലകൃഷ്ണന്റെ പേര് പലയിടങ്ങളിലായി പരാമർശിക്കപ്പെടുന്നുണ്ട്. IC ബാലകൃഷ്ണൻ നിയമനത്തിന് വേണ്ടി വാങ്ങിയ കോഴയുടെ ഒരു പങ്കു പറ്റിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആ പണം തിരികെ ചോദിച്ചപ്പോൾ പണം കിട്ടിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച മനോവിഷമത്തിന്റെ കാരണമായി NM വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പാണ് മകന്റെയും തന്റെയും മരണത്തിന്റെ ഉത്തരവാദി ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിരിക്കും എന്ന് തന്നെ പറയുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLAയെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും മുൻ ട്രഷററായ KK ഗോപിനാഥിനെയും പ്രതി ചേർത്തുകൊണ്ട് FIR ഇട്ടിരിക്കുന്നത്. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണോ? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, അതുപോലെ തന്നെ KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തപ്പോൾ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. നേരത്തെ ഈ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഈ കുറിപ്പിലടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ പേരുകളുണ്ട്. ഈ പേരുകൾ പരാമർശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം കൂടുതൽ വിശദമായ പരിശോധന നടത്തിയത്. സുൽത്താൻ ബത്തേരി DYSP KK അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം നടത്തിയ ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കം പരിശോധിച്ച് ഇത്തരത്തിലുള്ള പ്രതികളാക്കി ചേർത്തിട്ടുള്ളത്. പ്രധാനമായും സുൽത്താൻ ബത്തേരി MLA, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ DCC വയനാട് ജില്ലയിലെ ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെയാണ് പ്രതി ചേർത്ത് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ ആളുകളെ ഇനിയും പ്രതി ചേർക്കും എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അരുൺ.